അമ്പിളി ഒന്ന് കാണുമായിരുന്നു. മാപ്പ് അതർഹിക്കുന്നില്ലെന്നറിയാം, എന്നാലും പൊറുക്കണം. ഞാനൊരു വിവരമില്ലാത്തവന്, പഠിത്തവും കുറവ്, വകതിരിവും ഇല്ല. കുഞ്ഞുനാളിലെ ജന്മിയായതല്ലേ, അതിന്റെ അഹങ്കാരമാ. അമ്പിളി എന്റെ കണ്ണു തുറപ്പിച്ചു. അങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. മരിക്കാൻ നേരത്തെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ട്. കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തത്ര സ്വത്ത് നിന്നെ ഏൽപ്പിക്കുക, നശിപ്പിക്കരുത്, എല്ലാത്തിനും ഒരു കണക്ക് വേണമെന്ന്. അന്ന് മുതൽ എഴുതാൻ തുടങ്ങിയ കണക്കാ. അവസാനം ജീവിതത്തിന്റെ കണക്ക് എഴുതിയപ്പോ തെറ്റിപ്പോയി. എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം ഒതുക്കിയത് തെറ്റ്. പറയാനൊട്ട് ധൈര്യം ഉണ്ടായില്ല. ഇപ്പൊ ബോധ്യായി എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു. ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത്. അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെയാ യോജിച്ചത്. ആ കല്യാണം നടക്കണം. അമ്പിളി സമ്മതിക്കണം. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണത് എനിക്ക് കാണണം. ദേ, അമ്പിളി പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്ത് കൽപ്പിച്ചാൽ അനുസരിക്കുന്നു. ഇത് അപേക്ഷയല്ല, കൽപ്പനയാ. ഇതിനകത്ത് ഞാൻ അമ്പിളിക്ക് വേണ്ടി വാങ്ങിവെച്ച സമ്മാനങ്ങളാ. ഇത് അപ്പൂട്ടിന്റെ മനസ്സാ, ഹൃദയമാ. എല്ലാം സ്വീകരിക്കണം. എന്റെ വിവാഹ സമ്മാനമായിട്ട് കൂട്ടിയാൽ മതി. അപ്പൂട്ടൻസ് ക്ലിനിക്കിന്റെ താക്കോല തുറന്നു പ്രവർത്തിക്കണം. അതും അമ്പിളിക്കുള്ളതാ. അപ്പൂട്ടൻ ഇനി ഒന്നിലും കൈകടത്തില്ല. പേര് മാത്രം മാറ്റരുത്. അങ്ങനൊരു മോഹമുണ്ട് ഇപ്പോഴും. കൂടുതലൊന്നും പറയാനില്ല. എന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നും. പോട്ടെ. പിന്നെ ഇനി ഒരു കണക്കും കുറിച്ചിടില്ല. എന്താടാ നീ കാട്ടിയത്? എന്തുദ്ദേശിച്ച് അവിടെ ചെന്ന് കല്യാണം നടത്തി കൊടുക്കാമെന്ന് നീ സമ്മതിച്ചത്? അമ്പിളിയുടെ കാലിൽ ചെന്ന് സാഷ്ടാംഗം വേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ രാവണനും നമ്പ്യാരും കൂടി ചേർന്നുള്ള കളിയാ. അമ്പിളിന്റെ മനസ്സിൽ നീ തന്നെയാ. എന്തായാലും നാട്ടിലൊക്കെ പാട്ടായി. നിന്നെ ചതിച്ചത് ആളുകൾ ഇളകി നിൽക്കുക. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? എല്ലാം കൊടുത്തിട്ട് ഒടുക്കം സ്വന്തം ചങ്കൂടെ പറിച്ചു കൊടുത്തില്ലേ. ഇനി എന്ത് മിണ്ടാൻ? എല്ലാവരും ഉണ്ടല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊട്ടാരം വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലേ. അതാണ് നമ്പ്യാര്. തോൽപ്പിക്കും തോറും സ്നേഹിക്കും. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം തോൽപ്പിക്കും. അപ്പൂട്ട, നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അതിന് നന്ദി കൂടി പറയാനാണ് ഞാനിപ്പോ വന്നത്. പിന്നെ ഇനിയെങ്കിലും അപ്പൂട്ടൊരു പാഠം പഠിക്കണം. മനുഷ്യ സ്നേഹം, ഔദാര്യം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കാശ് വാരിക്കൊരി കൊടുക്കുന്നത് മണ്ടത്തരമാണ്, അല്ലേ? ഇല്ലേ, ലോക നടപ്പ് നമ്മൾ നോക്കണ്ടേ? ഡോക്ടർ പെണ്ണിന് ഡോക്ടർ ചക്കൻ, എഞ്ചിനീയർക്ക് എഞ്ചിനീയർ, കൃഷിക്കാരന് ഒരു കൃഷിക്കാരത്തി പെണ്ണ്. അത്രയൊക്കെ നമ്മൾ ആഗ്രഹിക്കാവൂ. എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കല്യാണം കെങ്കേമമാക്കണം. അപ്പൂട്ടം വന്നു നിന്ന് മുൻകൈ എടുത്ത് നടത്തി തരണം. വരട്ടെ. ഒരു സോഡ എടുക്കട്ടാ? വേണ്ട, അയാള് പോട്ടെ. എന്റെ ശവത്തെ കുത്താൻ വന്നിരിക്കുന്നു. അപ്പൂട്ടന്റെ വീഴ്ചയിൽ അയാളുടെ ഒരു കയറ്റം കണ്ടില്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, അമ്പിളിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ട് പറഞ്ഞ മോനെ. നാട്ടുകാർ മുഴുവൻ എന്റെ കൂടെ. ആ,
എടാ നിന്നെ ചതിച്ചിട്ട് ആ കോഴിക്കാടന്റെ മോനുമായിട്ടുള്ള കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാധവേട്ട വെറുതെ എടുത്തിയാടരുത്. അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ പിന്നെ എന്തിനാ? അപ്പുട്ടാ നീ വെറുതെ വേദാന്തം ഓതണ്ട. നിന്റെ ചങ്കിടിപ്പ് ഞങ്ങൾക്കറിയാം. എടാ നീ ഞങ്ങൾ പറയണമെന്ന് കേൾക്കടാ. ഇനി ആരും ഒന്നും പറയണ്ട. അമ്പിളിയുടെ കല്യാണം നടത്തി കൊടുക്കാന്ന് ഞാൻ ഏറ്റതാ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പോയി നിന്ന് നടത്തി കൊടുക്കുന്നു. നമ്മൾ ഒരുമിച്ചല്ല, നീ ഒറ്റയ്ക്ക് പോയി നടത്തുന്നു. വരണ്ടടാ, പോവാ. തനിക്കെന്ത് കുന്തമറിയാവടോ? അവനെ ക്ഷണിച്ചതിന്റെ പിന്നിലെ ബുദ്ധി എനിക്കറിയുവോ? അവനുണ്ടെങ്കിലേ നാട്ടുകാരുണ്ടാവൂ, ഇല്ലെങ്കിൽ റേഷാഫീസിൽ പോയി കെട്ടേണ്ടി വരും. തന്റെ പോക്ക ഗതികേട് വേണോ? അതേതായാലും നന്നായി. എന്നാലും കല്യാണം കഴിയുന്നിടം വരെ മനസ്സിലൊരു സമാധാനമില്ല. എനിക്കിപ്പോഴ മനസമാധാനം ഉണ്ടായത്. താമരക്കുളത്ത് അവനങ്ങനെ തഴച്ചു വളർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലായിരുന്നോ? വെട്ട് നാറായി വേരുന്ന് തന്നെ കൊണ്ടു. അവൻ കടപഴകി വീണടോ. അത് കണ്ടേച്ച ഞാൻ വരുന്നത്. അത് കാണുമ്പോ മനസ്സിനെന്തൊരു സുഖമാണെന്നറിയോ? വരട്ടെ, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ തല പൊങ്ങുന്നതെന്ന് അറിയില്ല. ആ എനമാ. താൻ ധൈര്യമായിട്ടിരിക്കടോ. ഇപ്പം വീട്ടല്ലേ ഉള്ളൂ. 25-ാം തീയതി താലികെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. നമ്പ്യാർക്കൊരു പ്രയോഗമുണ്ട്, പിന്നെ അവൻ എണ്ണീക്കില്ല. എന്താ എല്ലാരും ഇവിടെ? കല്യാണം ഇവിടെയല്ല, രാവണിയുടെ വീട്ടിലാ. അത് പറയാനാ ഞങ്ങൾ വന്നത്. ഈ കല്യാണത്തിന് ഞങ്ങൾ ആരും കൂടുന്നില്ല. പന്തലകെട്ട് എന്നെ ഏൽപ്പിച്ചതാ. ഞാൻ ആ പണി വേണ്ടെന്ന് വെച്ചു. പന്തലകെട്ട് മാത്രല്ല, ദേഹണ്ണക്കാരനെ കൂടി മുടക്കിയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കല്യാണം കണ്ടിട്ട് മരിക്കണം എന്നായിരുന്നു പേശി തള്ളയ്ക്ക്. നീ കെട്ടാൻ തീരുമാനിച്ച പെണ്ണിനെ വേറൊരുത്തൻ. നീ പെറ്റ് വീണത് ഈ കൈകളിലാണെങ്കിൽ ഞാൻ ഈ കല്യാണം കലക്കുവിടാ പൂട്ടാ. അപ്പൂട്ടാ, ഞങ്ങൾ രാവണിയുടെ വീട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുക. സാധാരണ അച്ഛനും കാരണവന്മാരും ഒക്കെ ആണല്ലോ പെണ്ണി ചോദിക്കാൻ പോകുന്നത്. ഈ ഗ്രാമം ഒന്നടങ്കം പോവാ, രണ്ടിലൊന്ന് ചോദിക്കാൻ. പോകുന്നതിന് മുമ്പ് അപ്പൂട്ടനോട് ഒരു വാക്ക് പറയാൻ വേണ്ടിട്ടാ വന്നത്. മറുത്തൊന്നും പറയരുത്. ആരോരും ഇല്ലാത്തവനാണ് അപ്പൂട്ടെന്ന് ഇടക്കിടക്കൊരു തോന്നലുണ്ടാകാറുണ്ട്. ബോധ്യായി. എനിക്ക് ആളുണ്ട്. ഒരു ഗ്രാമം മുഴുവൻ എന്നോടൊപ്പം ഉണ്ട്. തൃപ്തിയായി. അല്പം കൂടെ തന്റേടമായി. പക്ഷേ ഒരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ആ കല്യാണം നടത്തി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാ കല്യാണത്തിന് സഹകരിക്കണം. യാതൊരു അലങ്കോലവും കൂടാതെ കല്യാണം നടക്കണം. അപ്പൂട്ടൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഈ കല്യാണം മംഗളമായിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല. അപ്പൊ ഞാനുണ്ടാവണമല്ലോ. പറഞ്ഞതനുസരിക്കുക. എനിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ. ചേച്ചിയോട് എത്ര സ്നേഹം ഉണ്ടായിട്ടാ അപ്പൂട്ടൻ ഇതൊക്കെ വാങ്ങി സൂക്ഷിച്ചത്. 5 വർഷം സ്നേഹിച്ചിട്ട് പെട്ടെന്ന് മറക്കാൻ പറ്റൂ ചേച്ചി? നിന്റെ മനസ്സിൽ എന്താ? എന്തെങ്കിലും ഒന്ന് പറ. അപ്പൂട്ടൻ എനിക്ക് തന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും ഇങ്ങനൊരു അർത്ഥം ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ എനിക്ക് അപ്പൂട്ടൻ വേഗം 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 വേണം. അതെ, ആ പൂപ്പന്തലങ്ങട് കെട്ടിക്കോളൂ. രാമൂട്ടി, ഇത് കഴിഞ്ഞ ഒരു മുൻവശത്തും കെട്ടണം. അവിടെയല്ലേ? അപ്പൂട്ടാ, ഈ ചെരുവത്തിനകത്ത് അമ്പിളിയിരുത്തി ഇരു ചെവി അറിയാതെ കടത്തി തരാം. നീ ഒരു വാക്ക് പറഞ്ഞാ മതി. ചാക്കുണ്ണി, ആ വടക്കേ ഭാഗത്തെ ടാർപ്പായി ഒന്നുകൂടി വലിച്ചു കെട്ടിക്കോളൂ. മഴ പെയ്ത വെള്ളം അകത്ത് വീഴണ്ട. പുല്ല്. ഇലമുറിച്ച കത്തിക്ക് നല്ല മൂർച്ച. രാവണിയുടെ പൊള്ളക്ക് കെട്ടിട്ടടാ. അങ്ങോട്ടേക്കാ. ഒന്ന് വേഗം ആവട്ടെ. സന്ധ്യയ്ക്ക് മുമ്പ് വിധാനം കഴിയണം. കോഴിക്കാരൻ നമ്മളെ കെട്ടിക്കാനല്ലേ? പതുക്കെ പറ്റൂ. വെട്ടിയല്ലേടാ നമുക്ക്.
എന്നാ ഇറങ്ങട്ടെ. ആ ശരി, രാവിലെ നേരത്തെ തന്നെ എത്തണം. 9:30 മുഹൂർത്തം. തോന്നുപ്പിള്ളി അങ്ങോട്ട് ചെല്ലാം. പാചകക്കാരും ശ്രദ്ധിക്കണം. ആ അതവിടെ ഞാൻ കെട്ടിയിട്ട് ചേച്ചിക്കൊന്ന് കാണണമെന്ന്, എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഒന്ന് വരുമോ? പായസത്തിന് ശർക്കര എത്രയാ വേണ്ടെന്ന് ഞാനാണോ പറയേണ്ടത്? അതിനിവിടെ പാചകക്കാരില്ലേ? കുട്ടി പോ 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 പോ. എടോ മുഹൂർത്തമായി, പെണ്ണിനെ വിളിക്കേ. സരസ്വതി ഒന്ന് വേഗം ആവട്ടെ. അച്ഛന്റെ അമ്മാവന്റെ അനുഗ്രഹം വാങ്ങുമോ? അപ്പൂട്ടൻ എണ്ണേക്ക്. എന്താ ഇത്? എഴുന്നേൽക്ക്, 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 മോളെ എഴുന്നേൽക്ക്. എന്താ ഇത്? മോളെ എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ.